മകന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിവെച്ച പണം ഉപയോഗിച്ച് നിർധനയായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയ മാതൃകയായിരിക്കുകയാണ് തോപ്രാംകുടി സ്വദേശി രാജൻ. തോപ്രാംകുടി സ്വദേശിനി രാജമ്മ കുമാരൻ എന്ന വിധവയായ വീട്ടമ്മയ്ക്കാണ് വീട് വെച്ചു നൽകിയത്. കാലങ്ങളായി വാസയോഗ്യമല്ലാത്ത വീട്ടിൽ തനിച്ചു കഴിയുകയായിരുന്നു തോപ്രാംകുടി കോട്ടയിൽ രാജമ്മ. രാജമ്മയുടെ ഭർത്താവ് കുമാരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മരണമടഞ്ഞത്. ഇതോടെ രാജമ്മയുടെ അവസാന അത്താണിയും നിലച്ചു. ആ സമയത്താണ് മകന്റെ വിവാഹ ചെലവുകൾ ലളിതമായി നടത്തിയ ശേഷം അവശേഷിക്കുന്ന തുക കൊണ്ട് വാസയോഗ്യമല്ലാത്ത വീടില്ലാത്ത ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുവാൻ തോപ്രാംകുടി ടൗണിൽ പലചരക്ക് വ്യാപാരിയായ രാജനും കുടുംബവും തീരുമാനിച്ചത്. വിവിധ മേഖലകളിൽ രഹസ്യമായി നടത്തിയ അന്വേഷണം വന്നെത്തിയത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ജീവിതയാത്രയിൽ തനിച്ചായ രാജമ്മയെ തേടി. അപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ, ചേച്ചിക്കൊരു മോള് മാത്രമേ ഉള്ളൂ, മക്കളായിട്ട് വേറെ ആൺപിള്ളേരാരുമില്ല. അങ്ങനെ ആണ് ഈ ചേച്ചിയെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ ചേച്ചിക്ക് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ചിലവിൻ്റെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ വീട് അങ്ങ് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു വീട് കിട്ടണമെന്ന് ഓർത്തുകൊണ്ട് ഇടിച്ചു പൊടിഞ്ഞു പോയായിരുന്നു വീട്. അങ്ങനെ ഇരുന്ന് പഞ്ചായത്തിലൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തു, കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് അസുഖമായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ന്യൂഞ്ഞേട്ടൻ വന്നേച്ച് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു വീടുണ്ട് കിട്ടാൻ വഴിയുണ്ട്, എങ്ങനെയാ ചേച്ചിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ്. ആ കുന്നേന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ അസുഖമായിട്ട് കിടക്കായിരുന്നു. പെരപണി തുടങ്ങിയപ്പോൾ ചേട്ടൻ മരിച്ചു. മകൻ രാജേഷിന്റെ വിവാഹം വളരെ ലളിതമായാണ് രാജനും കുടുംബവും നടത്തിയത്. എറണാകുളം സ്വദേശി അജീഷയെയാണ് രാജേഷ് വിവാഹം കഴിച്ചത്. ഇരുവരും വിദേശത്താണ്. സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ച് വിധവയായ വീട്ടമ്മയ്ക്ക് രാജനും കുടുംബവും സ്നേഹത്തണലൊരുക്കി. ഇന്ന് നാട്ടിലെ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സാക്ഷിയാക്കി രാജനും ഭാര്യയും മാതാവും ചേർന്ന് രാജമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.